വെളിയച്ചാൽ സെന്റ് ജോസഫ് പള്ളിയിലെ ദുഃഖവെള്ളിയാചരണം വിശ്വാസികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. കുരിശിന്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു പ്രധാന പ്രത്യേകത. പള്ളിയുടെ ഹാളിൽ തിങ്ങി നിറഞ്ഞ വിശ്വാസി സമൂഹം സാക്ഷികളായി. ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. ശൈത്യൻ കൊമ്പുകളും ജയ്വിളികളും. അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത്. 14 സ്ഥലങ്ങളും ഇവിടെ ദൃശ്യവൽക്കരിക്കുകയായിരുന്നു. വികാരി ഫാദർ തോമസ് ജെ പറയിടം, അസിസ്റ്റന്റ് വികാരി ഫാദർ ദേവസി തയ്യിൽ, കൈക്കാരന്മാരായ ജോർജ് ഓലിയപ്പുറം, സോമി കോരത്ത്, ജോളി ഏനാനിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പിലാത്തോസിന് മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചെമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിലക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം. ചെങ്കര മാർ ഇഗ്നാത്യോസ് നൂറോന യാക്കോബായ പള്ളിയിലെ ദുഃഖവെള്ളിയാചരണത്തിന് വികാരി ഫാദർ റിജോ കൊച്ചുകുന്നിൽ കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പിണ്ടിമന സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ ദുഃഖവെള്ളിയാചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുകൊണ്ടു. വികാരി ഫാദർ ജോൺ കോമയിലും ഫാദർ കുര്യൻ പുതുക്കയിലും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മാലിപ്പാറ സെന്റ് മേരീസ് പള്ളിയിൽ ദുഃഖവെള്ളിയിലെ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസ് കൂനാനിക്കൽ നേതൃത്വം നൽകി. പീഡാനുഭവ ചരിത്ര വായന, മലയക്കുരിശിലേക്കുള്ള കുരിശിന്റെ വഴി എന്നിവ ഉണ്ടായിരുന്നു. GTV ന്യൂസ് കോതമംഗലം.